ഉക്രൈനിലെ അവസ്ഥ 3 വർഷം നമ്മൾ 2022 ഫെബ്രുവരിയിലാണ് ഇത് തുടങ്ങുന്നത്. 2024 ഡിസംബറായി. ഇപ്പോൾ ഒരു 2 വർഷം കൂടി 2 മാസം കൂടെ ഉള്ളൂ. ഒരു 3 വർഷം 22, 23, 23, 24, 25 3 വർഷം തികയാനായിട്ട്. അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഈ പറയുന്ന വളരെ വ്യത്യസ്തമാണ്. 3 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധവും അത് മാത്രമല്ല അതിൻ്റെ ടെറൈനൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അവിടെ യൂറോപ്പിനടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളാണ്, കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. സംവിധാനങ്ങളൊക്കെ കുറേയൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ ഒത്തിരിയധികം ഹെൽപ്പ് കിട്ടുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ഈ ഫ്രീ ആയിട്ട് യൂറോപ്പിൽ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ യുദ്ധം മൂലം ഉണ്ടാകുന്ന ആ ഒരു ട്രാൻസിഷൻ നോക്കുമ്പോൾ 3 വർഷം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടായി നോക്കുമ്പോൾ പ്രകടമായ ഒത്തിരി മാറ്റങ്ങളാണ്. ഇതുപോലെ തന്നെ നമുക്ക് ശരിക്കും സാധാരണഗതിയിൽ അങ്ങനെ ആലോചിക്കാൻ പറ്റാത്തത്ര മാറ്റങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ അവിടെ വരുന്നതിന് 2 ആഴ്ച മുമ്പ് കണ്ടൊരു കാഴ്ചയാണ്. അവിടെ ഒരു ഡീനിപ്രോ നഗരത്തിൽ ഒരു കൺസേർട്ട്, ഒരു വയലിൻ കൺസേർട്ടാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ യുദ്ധത്തിൻ്റെ ഫണ്ട് പിരിക്കാനൊക്കെ ആയിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടത്തുന്ന ഒരു കൺസേർട്ടാണ്. വലിയൊരു 1000 പേരൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഹാളിൽ നടത്തുന്ന കൺസേർട്ടാണ്. ഈ കൺസേർട്ടിന് വേണ്ടിയിട്ട് കൺസേർട്ട് നടക്കുന്നു. ഇങ്ങനെ ഞായറാഴ്ച ശനിയാഴ്ച നടക്കുന്നു. എല്ലാവരും അങ്ങോട്ട് പോകുന്നു, അതിന് വേണ്ടിയിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് 8 മണി ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും സ്ഥിതി മാറി. പുറത്തിറങ്ങുന്ന ഓരോ ആണുങ്ങളെയും അവർ സെക്യൂരിറ്റിക്കാരൊന്ന് പിടിക്കും. നിങ്ങളുടെ ID കാർഡ് എവിടെ ചോദിക്കും. അവരുടെ 52-ന് താഴെയാണെങ്കിൽ അവർ നേരിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകണം. നേരിട്ട് അവിടെ നിന്ന് നേരെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകണം. വേറൊരു ഈ കോൺസ്ക്രിപ്ഷൻസ് വർക്ക് ചെയ്യുന്ന ഇങ്ങനെയാണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. നമ്മൾ ഈ പറയുന്ന സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഈ പറയുന്ന പെട്ടെന്നൊരു ദിവസം ജീവിതം ഈ പറയുന്ന മാറി മറിയുന്ന പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ പൊട്ടിക്കരച്ചിലാണ്. ഈ പറഞ്ഞ ഫാമിലിയിലുള്ള ഒരു കുടുംബത്തിലുള്ള അമ്മമാരും സഹോദരിമാരും ഒക്കെ ഈ ആണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ പൊട്ടിക്കരയാണ്. കാരണം ഇവർ പോകുന്നത് എങ്ങോട്ട് ഇനി തിരിച്ചു വരുന്ന പലപ്പോഴും ചിലപ്പോൾ പെട്ടിയിലായിരിക്കും. ഒത്തിരി പേര് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മിക്കവാറും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരു ട്രെയിനിങ് ഇല്ലാതെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവർ അന്ന് വന്നിട്ടുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു 500ഓളം ആണുങ്ങളെ അവർ കൊണ്ടുപോയി. നമ്മുടെ മുമ്പിൽ എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ നമ്മുടെ പണ്ടൊക്കെ പട്ടിപിടുത്തക്കാർ വരുന്ന പോലെയാണ്. പട്ടിപിടുത്തക്കാർ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു കഴുത്തിൽ ആ ചരടിൽ നമ്മൾ പിടിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ ആ പട്ടി അവർ കാണുന്നത്, പട്ടിപിടുത്തക്കാർ കാണുന്നത് അതിനെ ഒരു തിരുവ് പട്ടിയായിരിക്കും കാണുന്നത്. നമ്മളെ പട്ടിയായിരിക്കാം, പക്ഷെ കഴുത്തിലെ ചരടില്ല, നമ്മൾ പിടിച്ചിട്ടില്ല എങ്കിലും പോലും അവർ നമ്മളെ മുമ്പ് വെച്ച് ആ പട്ടിയെ പിടിച്ചിട്ട് കൊണ്ടുപോകും. പിന്നെ നമുക്ക് ആ പട്ടിയെക്കുറിച്ചൊന്നും അറിയാൻ പറ്റത്തില്ല. അതൊക്കെ പോയി മരിച്ചു. നമ്മൾ ചിലപ്പോൾ അതിനടുത്തുള്ള ആ ഒരു വാനിലായിരിക്കും അവർ ഇഞ്ചക്ഷൻ വെക്കുന്നത്. നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന പട്ടി പെട്ടെന്ന് കാണാതാവുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചത്. എൻ്റെ കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ചികിത്സിക്കാനായിട്ട് വന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടർമാരെ അടക്കം, മുമ്പൊന്നും ഡോക്ടർമാരും നഴ്സുമാരൊന്നും യുദ്ധത്തിന് വേണ്ടി പോകേണ്ടിയില്ല. യുദ്ധത്തിന് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിനുള്ള ചികിത്സയ്ക്കല്ല, വെടിവെക്കാനാണ്. ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ യുദ്ധത്തിൽ വെടിവെക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഈ പറഞ്ഞ കോൺസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരടക്കം പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അയാളെ പിടിച്ചുകൊണ്ട് ഇതുപോലെ പോയി. അപ്പോൾ ആദ്യമൊക്കെ അയാൾ ഈ ഫിസിയോതെറാപ്പിയിലൊക്കെ ജോലിയൊക്കെ ചെയ്തു. പെട്ടെന്നൊരു ദിവസം പറഞ്ഞു നമുക്ക് ഫ്രണ്ട് ലൈനിൽ പോകണമെന്ന് പറഞ്ഞു. ഇയാളിങ്ങനെ ഫ്രണ്ട് ലൈനിലേക്ക് പോയി. ഒരു കെട്ടിടത്തിൻ്റെ വലിയ കെട്ടിടത്തിൻ്റെ മറവിലിരുന്ന ജനലിലെ കൂടി ഇയാൾ കാണുകയാണ്. പെട്ടെന്ന് ജനലിൻ്റെ അപ്പുറത്തേക്ക് കുറേ ആൾക്കാർ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഇയാളുടെ കൂടെയുള്ള കമാൻഡർ പറയുന്നു വെടിവെക്കാൻ പറഞ്ഞു, ഷൂട്ട് എന്ന് പറയുന്നു. ഇയാൾ തോക്കെടുത്ത് ഉന്നം പിടിക്കുന്നു. ഇയാൾക്ക് അറിയാം അപ്പുറത്ത് നിൽക്കുന്നവൻ റഷ്യക്കാരനാണ്, അവൻ നമ്മളെയൊക്കെ ഇപ്പുറത്തുള്ള നമ്മളെ ശത്രുവാണ്,
അവൻ എൻ്റെ ആൾക്കാരെല്ലാം കൊന്നിട്ടുണ്ട്, ഒരു പക്ഷേ എൻ്റെ ബന്ധുക്കൾ എല്ലാം കൊന്നിട്ടുണ്ടാവും, പക്ഷെ അവനെ വെടിവെക്കണം. എനിക്ക് അവൻ പറയുന്നത് ഇത് വലിക്കാൻ കഴിയുന്നില്ലെന്നാ, ഈ കാഞ്ചി വലിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എനിക്ക് അവൻ എന്താണെന്ന് അറിയാൻ പറ്റും, തല കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അവൻ ഇന്ന് അടുത്ത നിമിഷം എന്നെ വെടിവെക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കൊരിക്കലും വലിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവന് എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അവൻ ഇത് അവസാനം ഇവനെ മാറ്റിയിട്ട് മറ്റേ അടുത്ത ആൾ വന്നിട്ട് വെടിവെക്കുന്നു. അപ്പോഴേക്കും ഡ്രോണ് ഈ വെടിവെച്ച് കഴിഞ്ഞ ഉടനെ ഇവർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വെടിവെക്കുന്ന സ്ഥലത്തേക്ക് ഡ്രോണുകൾ അട്രാക്ട്. ഡ്രോൺ വന്ന് കണ്ടുപിടിക്കുന്നു, പിന്നെ ഡ്രോണിൻ്റെ പിറകെ ഓടുന്നു. ഡ്രോൺ എന്നൊക്കെ കഴിഞ്ഞാൽ പുതിയ സംഭവങ്ങളാണ്. യുദ്ധത്തിലൊക്കെ ആകെ യുദ്ധത്തിൻ്റെ ലെവലൊക്കെ ആകെ മാറ്റി മറിച്ച ഒരു സംഭവമൊക്കെയാണ് ഇപ്പോൾ ഡ്രോണ്. ഒരിക്കലും നമ്മൾ ഒരു കെട്ടിടത്തിൻ്റെ മറവിലിരുന്ന് കഴിഞ്ഞാൽ വെടികൊള്ളില്ല. പക്ഷേ ഈ ഡ്രോൺ അങ്ങനെയല്ല. ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു കെട്ടിടത്തിൻ്റെ മറവിലാണെങ്കിൽ അവൻ ആ സൈഡിൽ കൂടെ ഒന്ന് ഇങ്ങനെ നോക്കും. ശരിക്കും ഒരു മനുഷ്യൻ നോക്കുന്ന പോലെയാണ് അവർ പറയുന്നത്. ഞാൻ അവനെ ഒളിച്ചിരുന്നു. ഈ ഒരു യന്ത്രമാണെങ്കിലും പോലും അതൊരു ആളായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പറയുന്നത്. പറക്കാൻ കഴിയുന്ന ഒരുത്തൻ എന്നെ നോക്കാൻ വേണ്ടി മാത്രമായിട്ട്, എന്നെ കൊല്ലാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നത് പോലെയാണ് തോന്നുന്നത്. അത് കക്ഷി നമ്മൾ മറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഒന്ന് നോക്കും, ഇപ്പുറ സൈഡിൽ കൂടെ ഒന്ന് നോക്കും. ഈ പറയുന്ന ഒരു ബോംബ് അവന് തലക്കി ഇട്ടിട്ട് മാത്രമേ അത് പിന്നെ പോകത്തുള്ളൂ. ആ ടാർഗറ്റായി. അങ്ങനെ ഇവർ എത്ര ഓടി രക്ഷപ്പെട്ടിട്ടും നടക്കുന്നില്ല. അങ്ങനെ വാസ്തവത്തിൽ ബോംബ് ഈ പറഞ്ഞ ഈ ഡ്രോണിൻ്റെ ഗ്രനേഡ് മൂലം അവന് പരിക്കേറ്റ് അവൻ ഹോസ്പിറ്റലിൽ എത്തുന്നതാണ്. സോ ഇറ്റ്സ് ലൈക്ക് തുടക്കത്തിൽ യുദ്ധത്തിലൊക്കെ പോകാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരു ആവശ്യം, നമ്മൾ പറയുന്നില്ലേ, എൻ്റെ മണ്ണ്, എൻ്റെ സ്ഥലം, എൻ്റെ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് രാജ്യത്തിന് വേണ്ടി മരിക്കുന്നതാണ് മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം. നമ്മളൊക്കെ ഇടയ്ക്ക് പറയാറുള്ളതാണല്ലോ. നമ്മൾ ഈ സിനിമ കാണുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര ആവേശം കൊള്ളിക്കുന്ന വാക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഈ ആവേശമുള്ള ജനങ്ങളൊക്കെ മരിച്ചുപോയി. ഒരു വർഷം കഴിയുമ്പോൾ മരിച്ചുപോയി. രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നപ്പോൾ പിന്നെ സംഭവിക്കുന്നത്, ഈ ഒരു ആവേശം ഉണ്ടാക്കിക്കൊണ്ട് മരിച്ചവരുടെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇത്രയും പേര് മരിച്ചിരിക്കുന്നു, അവൻ്റെ മരണം എന്തിനായിരുന്നു, നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ അവശേഷിച്ചു പോയ ഒരു ദൗത്യം നമ്മൾ നിറവേറ്റണം. അടുത്ത ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. അപ്പോഴും കുറേ ആൾക്കാർ മരിക്കുന്നു. അപ്പം വീട്ടിലാളില്ല. സമൂഹത്തിലെ മൊത്തം 42 മില്യൺ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 15 മില്യൺ ആൾക്കാർ, സ്ത്രീകളും കുട്ടികളും പോയി. നമ്മൾ ഈ ജെൻഡർ ഈക്വാലിറ്റിയോ ഇനീക്വാലിറ്റിയെ കുറിച്ച് പറയുമെങ്കിലും യുദ്ധത്തിനകത്ത് എന്താ സംഭവിക്കുന്നത്? ആണുങ്ങളെല്ലാം യുദ്ധത്തിന് പോകേണ്ടി വരുന്നു. ഈ പറഞ്ഞ ഈയാമ്പാറ്റകൾ പോലും മരിക്കുന്നു, സ്ത്രീകളും കുട്ടികളും ഒക്കെ രക്ഷപ്പെടുന്നു. ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിലൊരു എന്താ പറയുന്നത്, അതുണ്ടാക്കുന്ന ഇംബാലൻസ് ടോട്ടലി ഭയങ്കര പ്രശ്നങ്ങളാണ്. 15 മില്യൺ അങ്ങ് പോകുന്നു. ഒരു 2 മില്യണെങ്കിലും മരിച്ചിട്ടുണ്ട്. അതിനിടയിൽ മരുന്ന് കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ഒക്കെ ഉള്ള ആൾക്കാർ മരിച്ചിട്ടുള്ളത് അതിനൊരു 3 മില്യൺ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 42 മില്യണിനകത്ത് മൊത്തമായിട്ടൊരു 20 മില്യൺ അവിടെ ഇല്ല. യൂറോപ്പിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അധികം മരണനിരക്കുള്ള സ്ഥലവും ഏറ്റവും കുറഞ്ഞ ജനനിരക്കുള്ള സ്ഥലവുമായിട്ട് യുക്രൈൻ മാറി. 3ാമത്തെ കൊല്ലത്തിൽ കിടക്കുമ്പോൾ ഞാൻ പറയുന്നതാണ്, അതായത് യുദ്ധത്തിന് പോകാനായിട്ട് ആളില്ല. അവശേഷിച്ച ആണുങ്ങളെല്ലാം, പൈസയുള്ള ആണുങ്ങളെല്ലാം രക്ഷപ്പെട്ടു. ഈ ഒരു ഗതിയുമില്ലാത്ത ആൾക്കാർ, ഇല്ലെങ്കിൽ ഇതുപോലെ ട്രാപ്പിലാകുമ്പോൾ ഈ പറഞ്ഞ കൺസേർട്ടിലോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനെയോ കൊണ്ട് ആശുപത്രിയിൽ പോകാൻ നേരത്ത് പിന്നെ വഴിയിലായ ഈ പറയുന്ന ഈ സെക്യൂരിറ്റി ഗാർഡിന് മുമ്പിൽ ചാടി വീണ് പോയെന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെടുന്ന ഒരാളുകളോ ഒക്കെ ആയിട്ട് യുദ്ധത്തിൽ പോകുന്നു. ഇവർക്ക് ട്രെയിനിങ് ഇല്ല, ഒന്നുമില്ല. ഈ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോക്ക് പിടിച്ച് വെടിവെക്കാൻ മാത്രമല്ല അറിയേണ്ടതേ, അടുത്തവൻ എവിടെ നിൽക്കുന്നതെന്ന് അറിയണം, മറ്റേ എനിമി എവിടെ നിൽക്കുന്നതെന്ന് അറിയണം. നമ്മൾ അങ്ങോട്ട് കയറി പോയിട്ട് കാര്യമില്ല, ഒരു ഓറിയൻറ്റേഷൻ വേണം. ഇതൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ എണ്ണമാണ് കൂടുതലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ മരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഏറ്റവും അവസാനമായപ്പോൾ ഈ അമേരിക്ക ഇലക്ഷൻ നടന്നു. അമേരിക്കയിൽ ഇലക്ഷൻ നടന്നതുകൊണ്ട് ട്രംപ് വന്നു.
ട്രംപ് നേരത്തെ തന്നെ പറയുന്നുണ്ട്, ഞാൻ കയറുന്നതിൻ്റെ അടുത്ത ദിവസം യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് യുക്രൈൻ്റെ കാര്യത്തിൽ അത് യുദ്ധം അവസാനിപ്പിക്കും, അത് എന്തായാലും ചെയ്തിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ, ഒരു യുദ്ധം എങ്ങനെയാണ് ഇവിടെ അവസാനിക്കാൻ സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഇവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസിങ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നിടത്തങ്ങ് നിൽക്കുക, ഇനി അനങ്ങരുത്. അപ്പോൾ അനങ്ങരുത്, ഇനി അങ്ങോട്ടും പോകണ്ട ഇങ്ങോട്ടും പോകണ്ട, ബാക്കി ചർച്ച നമ്മൾ നടത്തുന്നുണ്ട്, ആ ചർച്ച കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇതായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ഭാഗത്തും അറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അത് ചെയ്യുന്ന ഈ യുദ്ധം നിർത്തുന്നതിന് മുമ്പ്, ഇങ്ങനൊരു ചർച്ച ഉണ്ടായി ഈ പറയുന്ന ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മാക്സിമം സ്ഥലം പിടിക്കണം. ഇപ്പോൾ രണ്ടുപേരും കൂടെ, ഇപ്പോൾ നവംബറാണ്, ഞാൻ ഡിസംബറാണ്, നവംബറിൽ നവംബർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ -7 -8 ഒക്കെയാണ്. മഞ്ഞ് പെയ്ത് കഴിഞ്ഞു, മുഴുവൻ ചെളിയാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഹിറ്റ്ലറുടെ ആർമി ഫേസ് ചെയ്തത് പോലെയുള്ള ഒരു ക്രൈസിസാണ്. പക്ഷേ രണ്ട് കൂട്ടരും നിർത്തുന്നില്ല. മരിക്കുന്നവരുടെ എണ്ണത്തിനൊരു കുറവുമില്ല, ആക്ച്വലി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പോകുന്ന എല്ലാവരും ഇതൊക്കെ മരിച്ചാണ് തിരിച്ചു വരുന്നത്. അതിൻ്റെ കണക്കൊന്നും ആരിപ്പോൾ പുറത്ത് വിടുന്നേ ഉള്ളൂ. ഈ കോൺസ്ക്രിപ്ഷൻ വഴിയിട്ട് ആൾക്കാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലെ ബലി കൊടുക്കുകയാണ്. ടോട്ടലി ഈ പറയുന്ന ഒരു രാജ്യം ഇപ്പോൾ അവിടുത്തെ യുദ്ധം നിർത്തിയാൽ പോലും ഒരു ഡീപ്പ് ക്രൈസിസിലായിരിക്കും. പ്രത്യേകിച്ച് ഈ യുക്രൈൻ, റഷ്യൻ സൈഡിനെ കുറിച്ച് ഇതിലും മോശമായ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഡീപ്പ് ക്രൈസിസ് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.